നമസ്കാരം. ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. കേരള ഇലക്ട്രിസിറ്റി വർക്കേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന സമ്മേളനത്തിന് ആലപ്പുഴയിൽ തുടക്കമായി. ആലപ്പുഴ ടി.വി. സ്മാരക മുനിസിപ്പൽ ടൗൺ ഹാളിന് മുന്നിൽ നിന്നും വിളംബര ജാഥയോടെയാണ് സമ്മേളനത്തിന് തുടക്കം കുറിച്ചത്. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നാഷണൽ കോൺഫെഡറേഷൻ ഓഫ് ബാങ്ക് എംപ്ലോയീസ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ 56ാമത് ബാങ്ക് ദേശസാൽക്കരണ ദിനാചരണവും പ്രതിഷേധ ധർണയും സംഘടിപ്പിച്ചു. ആലപ്പുഴ YMCA ജംഗ്ഷന് സമീപം സംഘടിപ്പിച്ച പരിപാടി G. കൃഷ്ണപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ടെക്സ്റ്റൈൽസ് ആൻഡ് ഗാർമെന്റ് ഡീലേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സമ്മേളനം പുന്നപ്രയിൽ നടന്നു. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് TS പട്ടാഭിരാമൻ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കേരള ഇലക്ട്രിസിറ്റി വർക്കേഴ്സ് ഫെഡറേഷന്റെ 22ാം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം AITUC സംസ്ഥാന ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഫെഡറേഷൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് AM ഷിറാസ് സമ്മേളനത്തിന് തുടക്കം കുറിച്ച് പതാക ഉയർത്തി. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആലപ്പുഴ ടൗൺ ശാഖയുടെ ആഭിമുഖ്യത്തിൽ ഫയർഫോഴ്സ് ജീവനക്കാർക്ക് മഴക്കോട്ടുകൾ വിതരണം ചെയ്തു. വാർത്തകൾ വിശദമായി. കേരള ഇലക്ട്രിസിറ്റി വർക്കേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന സമ്മേളനത്തിന് ആലപ്പുഴയിൽ തുടക്കമായി. ആലപ്പുഴ ടി.വി. സ്മാരക മുനിസിപ്പൽ ടൗൺ ഹാളിന് മുന്നിൽ നിന്നും വിളംബര ജാഥയോടെയാണ് സമ്മേളനത്തിന് തുടക്കം കുറിച്ചത്. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കേരള ഇലക്ട്രിസിറ്റി വർക്കേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന സമ്മേളനത്തിന് ആലപ്പുഴയിൽ തുടക്കമായി. വെള്ളിയാഴ്ച വൈകിട്ട് ടി.വി. തോമസ് സ്മാരക ടൗൺ ഹാളിന് മുന്നിൽ നിന്നും ആരംഭിച്ച വിളംബര ജാഥ EMS സ്റ്റേഡിയത്തിന് മുന്നിൽ അവസാനിച്ചു. തുടർന്ന് നടന്ന സമ്മേളനം CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്തു. 400 മേൽ മോദിക്ക് ഉറപ്പായിരുന്നു. അത്രയുമേറെ വോട്ടുമായിട്ട് വരും. എന്നാൽ ഒന്നാമത്തെന്താണ് ഭരണഘടനയായിരിക്കും. ഈ ഭരണഘടന വേണ്ട. അതിനകത്ത് ചീത്ത വാക്കുകളുണ്ട്, അശ്ലീലാശയങ്ങളുണ്ട്. എന്തെല്ലാമാണ്? മതേതരത്വം, ജനാധിപത്യം, സോഷ്യലിസം, അതെല്ലാം അശ്ലീലമാണ്. അതിനെല്ലാം കെട്ടിപ്പിടിക്കുന്ന ഈ ഭരണഘടനയ്ക്ക് ഇവിടെ അന്ത്യമുണ്ടായേ തീരുമെന്ന് അവർ പരസ്യമായി പറയുകയായിരുന്നു. BJPയുടെ MPമാർ അങ്ങനെ പ്രസംഗിച്ചിട്ടുണ്ട്. പാർലമെന്റ് മന്ത്രിമാർ പ്രസംഗിച്ചിട്ടുണ്ട് പാർലമെന്റ്. അവർക്ക് വേണ്ടത് പുതിയ ഭരണഘടനയാണ് പോലും. സ്വാഗത സംഘം ചെയർമാൻ TJ ആഞ്ചലോസ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. AITUC സംസ്ഥാന വൈസ് പ്രസിഡന്റ് PV സത്യനേശൻ, സംസ്ഥാന കൗൺസിൽ അംഗം A. ശോഭ, ജില്ലാ പ്രസിഡന്റ് V. മോഹൻദാസ്, ജില്ലാ സെക്രട്ടറി DP മധു, ഫെഡറേഷൻ വർക്കിംഗ് പ്രസിഡന്റ് G. ഗിരികുമാർ, ജനറൽ സെക്രട്ടറി MP ഗോപകുമാർ, വൈസ് പ്രസിഡന്റുമാരായ KC മണി, K. രതീഷ് കുമാർ, ഓർഗനൈസിംഗ് സെക്രട്ടറി PN സീതാലക്ഷ്മി തുടങ്ങിയവർ സംബന്ധിച്ചു. നാഷണൽ കോൺഫെഡറേഷൻ ഓഫ് ബാങ്ക് എംപ്ലോയീസ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ 56ാമത് ബാങ്ക് ദേശസാൽക്കരണ ദിനാചരണവും പ്രതിഷേധ ധർണയും സംഘടിപ്പിച്ചു. ആലപ്പുഴ YMCA ജംഗ്ഷന് സമീപം സംഘടിപ്പിച്ച പരിപാടി G. കൃഷ്ണപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. നാഷണൽ കോൺഫെഡറേഷൻ ഓഫ് ബാങ്ക് എംപ്ലോയീസ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ 56ാമത് ബാങ്ക് ദേശസാൽക്കരണ ദിനാചരണവും പ്രതിഷേധ ധർണയും സംഘടിപ്പിച്ചു. നാഷണൽ കോൺഫെഡറേഷൻ ഓഫ് ബാങ്ക് എംപ്ലോയീസ് ആലപ്പുഴ ജില്ലാ അസിസ്റ്റന്റ് ജനറൽ സെക്രട്ടറി J. ദേവരാജൻ അധ്യക്ഷത വഹിച്ച പ്രതിഷേധ ധർണ CPI സംസ്ഥാന കമ്മിറ്റി അംഗവും CPI ആലപ്പുഴ ജില്ലാ ജോയിന്റ് സെക്രട്ടറിയുമായ G. കൃഷ്ണപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. പിന്നിടുന്ന ഇന്നത്തെ ഇന്ത്യൻ ജനാധിപത്യം ജനങ്ങൾ ഭരണകൂടങ്ങളാൽ കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയെന്ന് നാം തിരുത്തി വായിക്കുകയാണ്. നാം മനസ്സിലാക്കേണ്ടത് ഇന്ന് ബാങ്കിംഗ് മേഖലയിലടക്കം ഗവൺമെന്റ് എടുക്കുന്ന സമീപനങ്ങൾ ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭകളിൽ എവിടെയും ചർച്ച ചെയ്തതായി നമുക്ക് കാണുക സാധ്യമല്ല. നമ്മുടെ രാജ്യത്ത് സാമ്പത്തിക മേഖലയിൽ ഈ അടുത്ത കാലത്ത് ഈ ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ള എല്ലാ സമീപനങ്ങളും പരിശോധിച്ചാൽ
അവയിലൊന്നും ഒരു ജനാധിപത്യ താല്പര്യമോ രാജ്യത്തെ സാധാരണക്കാരന്റെ താല്പര്യങ്ങളോ സംരക്ഷിക്കപ്പെട്ടതായി നമുക്ക് കാണുക സാധ്യമല്ല. അത്തരം നിയമങ്ങളെല്ലാം പ്രഖ്യാപിക്കപ്പെടുന്നത് പത്രമാധ്യമങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ദോശ ചുട്ടെടുക്കുന്ന ലാഘവത്തോടു കൂടിയാണ് ഇന്ത്യൻ പാർലമെന്റിൽ ഇപ്പോൾ നിയമങ്ങൾ പാസാക്കപ്പെടുന്നത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റാഫ് യൂണിയൻ അസിസ്റ്റന്റ് ജനറൽ സെക്രട്ടറി ആർ അനിൽകുമാർ, SBI സ്റ്റാഫ് യൂണിയൻ ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി സി സുജിത്, NCBE ജില്ലാ കമ്മിറ്റി അംഗം വി മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. NCBE ആലപ്പുഴ ജില്ലാ ജനറൽ സെക്രട്ടറി ജി നീൽ ജോസഫ് സ്വാഗതവും IOB സ്റ്റാഫ് യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗമായ H ഹരീഷ് കുമാർ നന്ദിയും പറഞ്ഞു. ടെക്സ്റ്റൈൽസ് ആൻഡ് ഗാർമെന്റ് ഡീലേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സമ്മേളനം പുന്നപ്രയിൽ നടന്നു. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് TS പട്ടാഭിരാമൻ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കോവിഡ് കാലത്ത് വസ്ത്രവ്യാപാരികൾക്കുണ്ടായ നഷ്ടം ഇന്നും നികത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് കേരള ടെക്സ്റ്റൈൽസ് ആൻഡ് ഗാർമെന്റ്സ് ഡീലേഴ്സ് വെൽഫെയർ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് TS പട്ടാഭിരാമൻ അഭിപ്രായപ്പെട്ടു. കേരള ടെക്സ്റ്റൈൽസ് ആൻഡ് ഗാർമെന്റ്സ് ഡീലേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. UDFO അല്ലെങ്കിൽ LDFO അവരെ കണ്ട് നമ്മുടെ ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങൾ പറയും, ഒരു മാതിരിയൊക്കെ നമുക്ക് തീർത്ത് കിട്ടാറുണ്ട്. ഇതാണ് നമ്മുടെ സംഘടന. അതുകൊണ്ട് തന്നെ നമ്മൾ പിരിവോ കാര്യങ്ങളോ ഇല്ല, കടകൾ അടയ്ക്കാൻ പറയാറില്ല, സമരം ചെയ്യാറില്ല. ആ ഒരു കാര്യത്തിൽ ഞാൻ ഇന്നും നിർബന്ധമുള്ളതാണ്. സമരം കടയടക്കുക നമുക്ക് പറ്റിയതല്ല. കാരണം നമ്മൾ ആരുടെ മുമ്പിലെ ഈ ഭീഷണി കാണിക്കണേ? ഇവര് സമരം ചെയ്ത് ഇപ്പൊ MLA പോയി എന്നാലും പറയാം, ഇവരുടെ ആകെ കൂടി മുതൽ മുടക്ക് സമരവും എങ്കിലാപ്പാണ്. അങ്ങനെ വിളിച്ച് വളർന്നു വലുതായിട്ടുള്ളവരോട് നമ്മളൊരു ദിവസം കടയടച്ച അവർക്ക് ഏശില്ല. അതുകൊണ്ട് നമ്മൾ വെറുതെ കടയടച്ച് സമയം കളയരുത് എന്നുള്ള അഭിപ്രായക്കാരനാണ് നമ്മുടെ സംഘടന. സംഘടനയുടെ ജില്ലാ പ്രസിഡന്റ് R ജനാർദ്ദനൻ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. അമ്പലപ്പുഴ MLA H സലാം, സംസ്ഥാന ഭാരവാഹികളായ K കൃഷ്ണൻ, PV ഷാനവാസ്, M ബാബു, ഇക്ബാൽ പൂജ, PS നവാബ് ജാൻ, ജില്ലാ ജനറൽ സെക്രട്ടറി KM ജുനൈദ്, റോബി പുതുക്കേരിൽ, കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി V സബിൽരാജ്, കേരള വ്യാപാരി വ്യവസായ സമിതി ജില്ലാ പ്രസിഡന്റ് M ഷെരീഫ്, ജോർജ് തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. സമ്മേളനത്തെ തുടർന്ന് മുതിർന്ന ഭാരവാഹികളെ ആദരിച്ചു. കേരള ഇലക്ട്രിസിറ്റി വർക്കേഴ്സ് ഫെഡറേഷൻ 22ാം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം AITUC സംസ്ഥാന ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഫെഡറേഷൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് AM ഷിറാസ് സമ്മേളനത്തിന് തുടക്കം കുറിച്ച് പതാക ഉയർത്തി. കേരള ഇലക്ട്രിസിറ്റി വർക്കേഴ്സ് ഫെഡറേഷന്റെ 22ാം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം AITUC സംസ്ഥാന ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പാർലമെന്റിൽ അംഗമായിരുന്ന സന്ദർഭത്തിലെല്ലാം 15 വർഷത്തോളം പാർലമെന്റിൽ അംഗമായിട്ടുള്ള സഹകരണ സെക്രട്ടറി അവിടെ ഏറ്റവും സമർത്ഥമായി പാർലമെന്റിനകത്ത് തൊഴിലാളികളുടെ വിഷയങ്ങൾ നമ്മൾ പ്രതികരിക്കുന്ന വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ അദ്ദേഹം നടത്തിയ വലിയ ഒരു ഇടപെടൽ സെക്രട്ടറിക്ക് അത് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ്. PKV വൈദ്യുതി മന്ത്രി അല്ലെങ്കിൽ മുഖ്യമന്ത്രി, വ്യവസായ മന്ത്രി, നമ്മുടെ പാർട്ടിയുടെ ഏറ്റവും വലിയ നേതാവ്. ഞാനൊരു കാര്യം ഓർക്കണം, മറന്നുകൊണ്ടിരിക്കാനാണ് ആദ്യം പറയണം. ഫെഡറേഷൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് AM ഷിറാസ് സമ്മേളന നഗരിയിൽ പതാക ഉയർത്തിയാണ് പ്രതിനിധി സമ്മേളനത്തിന് തുടക്കം കുറിച്ചത്. ആലപ്പുഴ റൈബാൻ ഹാളിലെ കാനം രാജേന്ദ്രൻ നഗറിൽ സംഘടിപ്പിച്ച സമ്മേളനത്തിൽ പ്രസിഡന്റ് KR മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി PP ശൈലീഷ് രക്തസാക്ഷി പ്രമേയവും ഉപാധ്യക്ഷൻ K അനിൽ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയൻ AITUC ജനറൽ സെക്രട്ടറി MG രാഹുൽ, KSAB ഓഫീസേഴ്സ് ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി MG അനന്തകൃഷ്ണൻ, കേരള വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് യൂണിയൻ AITUC ജനറൽ സെക്രട്ടറി S ഹസൻ, P ബാലകൃഷ്ണപിള്ള, മറ്റ് സംസ്ഥാന ഭാരവാഹികൾ, ജില്ലാ നേതാക്കൾ, വിവിധ ജില്ലകളെ പ്രതിനിധീകരിച്ചുള്ള പ്രതിനിധികൾ തുടങ്ങിയവർ സമ്മേളനത്തിൽ സംബന്ധിച്ചു. ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി MP ഗോപകുമാർ സ്വാഗതവും ഓർഗനൈസിംഗ് സെക്രട്ടറി S സിന്ധു നന്ദിയും പറഞ്ഞു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആലപ്പുഴ ടൗൺ ശാഖയുടെ ആഭിമുഖ്യത്തിൽ ഫയർഫോഴ്സ് ജീവനക്കാർക്ക് മഴക്കോട്ടുകൾ വിതരണം ചെയ്തു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആലപ്പുഴ ടൗൺ ശാഖയുടെ ആഭിമുഖ്യത്തിൽ ഫയർഫോഴ്സ് ജീവനക്കാർക്ക് മഴക്കോട്ടുകൾ വിതരണം ചെയ്തു. ആലപ്പുഴ ഫയർ സ്റ്റേഷൻ ഓഫീസ് അങ്കണത്തിൽ നടത്തിയ ചടങ്ങിൽ SBI ആലപ്പുഴ റീജിയണൽ മാനേജർ TV മനോജ്, ആലപ്പുഴ ഫയർ സ്റ്റേഷൻ ഓഫീസർ S പ്രസാദിന് മഴക്കോട്ടുകൾ കൈമാറി. SBI ആലപ്പുഴ ടൗൺ ശാഖ മാനേജർ ശോഭന, ഡെപ്യൂട്ടി മാനേജർ ശരത് ലാൽ, ഫയർഫോഴ്സ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർമാരായ R ജയസിംഹൻ, KR അനിൽകുമാർ,
ഓഫീസർ വി പ്രശാന്ത് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരള ഇലക്ട്രിസിറ്റി വർക്കേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന സമ്മേളനത്തിന് ആലപ്പുഴയിൽ തുടക്കമായി. ആലപ്പുഴ TV സ്മാരക മുനിസിപ്പൽ ടൗൺ ഹാളിന് മുന്നിൽ നിന്നും വിളംബര ജാഥയോടെയാണ് സമ്മേളനത്തിന് തുടക്കം കുറിച്ചത്. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നാഷണൽ കോൺഫെഡറേഷൻ ഓഫ് ബാങ്ക് എംപ്ലോയീസ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ 56ാമത് ബാങ്ക് ദേശസാൽക്കരണ ദിനാചരണവും പ്രതിഷേധ ധർണയും സംഘടിപ്പിച്ചു. ആലപ്പുഴ YMCA ജംഗ്ഷന് സമീപം സംഘടിപ്പിച്ച പരിപാടി G കൃഷ്ണപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ടെക്സ്റ്റൈൽസ് ആൻഡ് ഗാർമെന്റ് ഡീലേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സമ്മേളനം പുന്നപ്രയിൽ നടന്നു. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് TS പട്ടാഭിരാമൻ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കേരള ഇലക്ട്രിസിറ്റി വർക്കേഴ്സ് ഫെഡറേഷന്റെ 22ാം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം AITUC സംസ്ഥാന ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഫെഡറേഷൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് AM ഷിറാസ് സമ്മേളനത്തിന് തുടക്കം കുറിച്ച് പതാക ഉയർത്തി. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആലപ്പുഴ ടൗൺ ശാഖയുടെ ആഭിമുഖ്യത്തിൽ ഫയർഫോഴ്സ് ജീവനക്കാർക്ക് മഴക്കോട്ടുകൾ വിതരണം ചെയ്തു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.